Wow, wow, wow. What a brilliant plan executed by Payard after 2 years without any mistakes against Robin. Did you hear about a proverb? The surgery is success, but the patient is dead. That's happened here. സോ മലയാളത്തിലേക്ക് വരാം. ആ വ്യക്തി കുറേ ഇംഗ്ലീഷ് ഉപയോഗിച്ചപ്പോഴാണ് ഞാൻ കുറേ ഇംഗ്ലീഷ് ഉപയോഗിച്ചത്. പക്ഷെ നമ്മളെ സാധാരണ പ്രേക്ഷകരിലേക്ക് മലയാളത്തിൽ തന്നെ സംഗതി എത്തിക്കാം. ഒരു ചാനലിൽ ഒരു വീഡിയോ കണ്ട് ഞാൻ കുറേ ചിരിച്ചു, സത്യം പറഞ്ഞാൽ. പേയാടിൻ്റെ മൈൻഡ് ഗെയിം, 2 വർഷത്തെ പ്ലാനിങ് ഒരു തെറ്റുമില്ലാതെ എക്സിക്യൂട്ട് ചെയ്തു. റോബിനെ കൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യിച്ചു. നെക്സ്റ്റ് സീസൺ 7 BB മെറ്റീരിയൽ പോയാൽ കപ്പും കൊണ്ടേ വരൂ. പക്ഷെ ഇങ്ങനെ പോയാൽ ഒരാഴ്ചയിൽ പ്രേക്ഷകർ ചവിട്ടി പുറത്താക്കൊണ്ണ. കത്തിയില്ലല്ലേ? പറഞ്ഞു തരാം, ബുദ്ധിയുള്ളവർക്കേ കത്തു. നിങ്ങൾ സാധാരണമായിട്ട് റോബിൻ ഫാൻസിനെയാണ് ബുദ്ധിയില്ലാത്തവർ, മണ്ടന്മാർ, അന്ധങ്ങൾ, തേഞ്ഞു അട്ടി എന്നൊക്കെ പറയുന്നത്. ശരിക്കും ഇവിടെ തേഞ്ഞുട്ടിയത് നിങ്ങളാണ് ഗൈസ്. എങ്ങനെയെന്നല്ലേ, 2 വർഷം മുൻപ് തന്നെ ഭീഷണിപ്പെടുത്തി റോബിൻ മാപ്പ് വീഡിയോ ചെയ്യിച്ചു എന്ന് പറഞ്ഞത് ആരാണ്? പേയാട്. 2 വർഷങ്ങൾക്കിപ്പുറം വിവിയാണ് തന്നെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിച്ചത്, മാപ്പ് വീഡിയോ റോബിന് വേണ്ടി ചെയ്യിച്ചതെന്ന് പറഞ്ഞത് ആരാണ്? പേയാട്. സോ പോയിന്റ്സ് മാറ്റി മാറ്റി പറഞ്ഞത് ഇവിടെ ആരാണ്? പേയാടാണ്. സോ ഹൂ ഈസ് എക്സ്പോസ്ഡ്? വൺ ആൻഡ് ഓൺലി പേയാട്. പേയാടാണ് എക്സ്പോസ്ഡ് ആയത്. അന്ന് അങ്ങനെ പറഞ്ഞു, ഇന്നിങ്ങനെ പറഞ്ഞു. സോ ഇനി ഇവരാര് വിശ്വസിക്കും? ഒന്നാമത്. രണ്ടാമത് ആരവ്. അന്ന് റോബിനെതിരെ കുറേ അലിഗേഷൻസ് പറഞ്ഞ് ബലിക്കല്ലിലടിച്ച് കഥകളൊക്കെ ഇട്ടത് ആരാണ്? ആരവ്. ഇന്ന് ഡോക്ടർ അല്ല അതൊന്നും ചെയ്തത്, ഡോക്ടർക്ക് അതൊന്നും അറിയില്ലായിരുന്നു, ഈ പറഞ്ഞ മാതിരി വിവിയാണ് ഇതിനിടയിൽ നിന്ന് കളിച്ചത് എന്ന് പറഞ്ഞ് സ്റ്റോറി ഇട്ടത് ആരാണ്? എന്നിട്ട് വിവിയെ ഡിഗ്രേഡ് ചെയ്ത് സ്റ്റോറി ഇട്ടത് ആരാണ്? ഡോക്ടറാണോ? നോ, ഇറ്റ്സ് ആരവ്. കറക്റ്റ്. അപ്പോൾ എക്സ്പോസ്ഡ് ആയതാണ് ആരാണ്? ആരവ്. അന്ന് പറഞ്ഞ പോയിന്റ് ഇന്ന് മാറ്റി പറഞ്ഞത് ആരാണ്? ആരവ്. ഇനി അപ്പം പറയാം ഡോക്ടർ മാറ്റി പറഞ്ഞത്. എവിടെ എവിടെ? ഡോക്ടർ 2 വർഷത്തിന് മുമ്പ് ഈ പറയുന്ന പേയാടിനെതിരെ ഒരു കംപ്ലൈൻ്റ് ആക്കി. അത് പിന്നീട് മാപ്പ് വീഡിയോയിൽ നിന്നു, അല്ലേ? അതിനുശേഷമാണ് കംപ്ലൈൻ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. സോ മാപ്പ് വീഡിയോയിൽ നിന്നു. ഇപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്? എന്നോട് പേയാട് പറഞ്ഞു വിവി ആണ് പേയാടിനെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിച്ചെന്ന്, അല്ലേ? എന്നോട് ആര് പറഞ്ഞു? പേയാട് പറഞ്ഞു. ഡോക്ടർ അല്ല മാറ്റി പറഞ്ഞത് വിവിയാണ് ചെയ്യിച്ചതെന്ന്, അല്ലേ? പേയാട് പറഞ്ഞു എന്നാ പറയുന്നേ. അങ്ങനെയല്ലേ പേയാടും പറഞ്ഞിരിക്കുന്നേ? വിവി പറഞ്ഞു എന്ന് അങ്ങനെയല്ലേ സായി റെക്കോർഡ് ചെയ്തേക്കുന്നേ? അപ്പം ഇവിടെ എക്സ്പോസ്ഡ് ആയത് ആക്ച്വലി നിങ്ങളാണ് ഗൈസ്, ഡോക്ടർ അല്ല ഗൈസ്. പുള്ളിക്കാരൻ ആ ഒരു മാപ്പ് വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പുള്ളിക്കാരനെ എന്താ സമ്മതിക്കുമോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനെ കൊണ്ട്? ഇല്ല. പിന്നെ കുറേ പേര് പറഞ്ഞു റോബിൻ്റെ വോയിസ് പുറത്ത് വന്നു, 29 മിനിറ്റ്സ്. എടേ, അത് മറ്റൊരു കാര്യം. റോബിൻ്റെ അങ്ങനെ ഒരു വോയിസ് ഇട്ട് ഇങ്ങനെ ഒരു ക്രൈമിന് അഗേൻസ്റ്റ് ഞാനൊരു കേസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വോയിസ് എടുത്തിട്ടു, റോബിൻ്റെ വോയിസ്. സോ ദാറ്റ് ഈസ് ദ എവിഡൻസ്. അതൊരു എവിഡൻസ് കൂടിയാണ്, നിങ്ങൾക്കെതിരെയുള്ള എവിഡൻസ് ആണ്. നിങ്ങൾ ഉടനെ ഇത് കാളെ പറ്റുമെന്ന് കേട്ട ഉടനെ കയറെടുത്ത് നിങ്ങളുടെ ഭാഗം തെളിയിക്കാൻ വേണ്ടി റോബിനെതിരെ 3 വോയിസ് ക്ലിപ്പ് ഇട്ടു. അതായത് 2 വോയിസ് ക്ലിപ്പ് ഒരേപോലത്തത്. ഏതെല്ലാം? വിനീത് ഇട്ടതും വിവി ഇട്ടതും ആദ്യത്തത്. പിന്നെ ഒരെണ്ണം വിവി വേറൊരു വോയിസ് ക്ലിപ്പ് ഇട്ടു. സോ 3 വോയിസ് ക്ലിപ്പ്. അപ്പോൾ അത് റോബിന് കുറച്ചുകൂടി എവിഡൻസ് ആണ് തൻ്റെ കേസ് ഫയൽ ചെയ്യാനുള്ളത്. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? കഴിയുന്നില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. ഈ സോഷ്യൽ മീഡിയക്കകത്ത് വന്ന് ഈ പറയുന്ന ആരവും ഈ പറയുന്ന പേയാടും തങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് മാറ്റി പറഞ്ഞപ്പോൾ എവിടെയെങ്കിലും റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തോ? ഇല്ലല്ലോ. അതിനർത്ഥം എന്താണ്? ഞങ്ങൾക്ക് നന്നായിട്ടറിയാം നിങ്ങൾ ഒരിക്കലും പുണ്യാളന്മാരല്ല എന്ന്. നിങ്ങളിങ്ങനെ മലക്കം മറിയൂന്ന്, ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയുമെന്ന്. ഇനി വേറൊരു ഗെയിം. നിങ്ങളുടെ അണ്ണൻ മൂപ്പൻ്റെ വീഡിയോയുടെ താഴെ ഇട്ട കമൻറ്റ് ഇപ്പോഴാണ്. റോബിൻ ഇന്നലെ നൈറ്റേ ഇട്ടു, അറിഞ്ഞില്ലേ? ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. നിങ്ങൾ എന്താ കരുതിയത്? റോബിൻ എനിക്ക് ഈ കോണ്ടാക്റ്റ് ആരുമായിട്ടില്ല, ഫാക്ക് ഫ്രണ്ട്ഷിപ്പിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞത് സായിക്കെതിരെയാണെന്നോ? നെവർ. നിങ്ങൾക്കെല്ലാവർക്കും എതിരെയാണ്.
നിങ്ങളെല്ലാവരെയും ഡോക്ടർ വിശ്വസിച്ചു എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഡോക്ടർ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത ഉടനെ നിങ്ങൾ ഡോക്ടർക്ക് എന്താ പറയുക വിവിയാണിത് ചെയ്യിച്ചു എന്ന് പറഞ്ഞു നിങ്ങളൊരു വീഡിയോ ഇട്ട ഉടനെ നിങ്ങളെല്ലാം ഡോക്ടർ വിശ്വസിച്ചു എന്നാണോ? ഇല്ല എന്നാണ് മണ്ടന്മാരെ ഇന്നലെ ആ മനുഷ്യൻ പോസ്റ്റ് ഇട്ട് പറഞ്ഞത്. നിങ്ങളൊക്കെ ഫേക്കാണ്, ഫേക്ക് ഫ്രണ്ട്ഷിപ്പിൽ താല്പര്യമില്ല, എൻ്റെ ജീവിതമായിട്ട് ബിസിയാണ്, കേസ് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്നെ നിങ്ങൾക്കുള്ള എവിഡൻസ് ഇട്ട് കൊടുത്തു. ഓക്കെ, സോ ഇത് ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നതിപ്പോൾ നിങ്ങളുടെ അണ്ണൻ ആ കമൻറ്റ് ഇടുന്നതിന് മുമ്പേ തന്നെ ഡോക്ടർ ആ ഒരു അവാർഡ് വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങി പറഞ്ഞു ഈ 5 പേരെയും ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്ന്. അങ്ങനെ നിങ്ങളോട് എന്താ പറയുക, നിങ്ങൾ പറഞ്ഞതെല്ലാം പുള്ളിക്കാരൻ വിശ്വസിച്ചിരുന്നെങ്കിൽ ഇന്ന് ആരവിൻ്റെയും പേയാടിൻ്റെയും പേര് ഒഴിവാക്കിയേനെ. പുള്ളിക്കാരൻ എന്ത് പറഞ്ഞു? അന്നവർ അങ്ങനെ പറഞ്ഞു, ഇന്നവർ മാറ്റി പറയുന്നു. സോ ഞാനിതിൽ എന്ത് തെറ്റ് ചെയ്തു? എൻ്റെ കരിയർ ശരിയാക്കി തരുമോ? എടേ പൊട്ടന്മാരെ, ഇനിയെങ്കിലും മനസ്സിലാക്ക്. വാക്ക് മാറ്റി പറഞ്ഞ് 2 വർഷം മുൻപ് ഡോക്ടർ ഭീഷണിപ്പെടുത്തി വീഡിയോ ഇടിച്ചെന്നും 2 വർഷത്തിനിപ്പുറം ദിവി പറഞ്ഞിട്ടാണ് ചെയ്തതെന്നും വാക്ക് മാറ്റി പറഞ്ഞത് പേയാട്. 2 വർഷങ്ങൾക്ക് മുമ്പ് റോബിനാണ് തൻ്റെ അടുത്ത് ഇതുപോലെ എന്താ പറയുക വീഡിയോസ് എടുത്തു വെക്കാനും റോബിൻ്റെ കൂടെ നടന്ന് ഒറ്റയിട്ട് ആ ഓഡിയോസ് റോബിനെതിരെ ഇടുകയും വീഡിയോസ് ഇടുകയും പിന്നീട് ഇപ്പോൾ 2 വർഷത്തിനിപ്പുറം വിവിയാണ് ഞങ്ങൾക്കിടയിൽ നിന്ന് കളിച്ച് മാനിപ്പുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞത് മാറ്റി പറഞ്ഞതും ആരവ്. സോ എക്സ്പോസ്ഡ് യു ടു ഗൈസ്, just understand it. So the game is over and you are the culprit who is exposed, who were exposed. Okay, you are the 2 culprits who were exposed. And the same time മറ്റൊരു കാര്യവും കൂടി എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നമ്മളങ്ങനെ അത്ര വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചൊന്നും ഒരാളല്ല, സ്റ്റേറ്റ് ബോർഡാണ്. സോ അതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ഇങ്ങനെ ഒരു സ്റ്റോറിയുമായിട്ട് വരുമ്പോൾ തന്നെ പുള്ളിക്കാരനറിയാം നാളെ നിങ്ങൾ മാറ്റി പറയുമെന്ന്, നിങ്ങൾ ഒരുമിക്കുമെന്ന്. ഞങ്ങൾ ഫാൻസിനും അറിയാം നിങ്ങളത് ചെയ്യുമെന്ന്. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ ചില ഗ്രൂപ്പുകളിലെ സംഭാഷണങ്ങൾ ഒന്ന് കേട്ട് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ സമയം കിട്ടുമ്പോൾ കേട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ പോയിട്ട് വരട്ടാ മാസ് ഗെയിം കളിക്കുന്ന മാസ് അണ്ണന്മാരെ, തേഞ്ഞൊട്ടിയ അണ്ണന്മാരെ. സൈനിങ് ഓഫ് സനു ഫ്രം 916.